ഗ്രിഗറി റാസ്പുട്ടിൻ റഷ്യയിലെ റൊമാനോവ് രാജവംശത്തിനുണ്ടാക്കിയ പേരുദോഷം അവരുടെ 300 വർഷത്തെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും സംഭവിച്ചിട്ടില്ലാത്ത വിധം വ്യാപ്തിയുള്ളതായിരുന്നു. റാസ്പുട്ടിൻ കൊട്ടാരത്തിലേക്ക് വരാൻ തുടങ്ങി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അലക്സാണ്ട്ര രാജ്ഞിയും അയാളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംശയങ്ങളും വാദങ്ങളും കൊട്ടാരത്തിന്റെ പരിസരം വിട്ട് റഷ്യയാകെ പ്രചരിക്കാൻ തുടങ്ങി. അതിനിടയിലാണ് നിക്കോളാസ് രണ്ടാമന്റെ പെൺമക്കളുടെ ഗവേണസായ സോഫിയ ഇവാവ്നോവ ഗുരുതരമായ ഒരു പരാതിയുമായി നിക്കോളാസിനെ സമീപിച്ചത്. അസമയത്ത് കുട്ടികളുടെ ഉറക്കറയിലേക്ക് റാസ്പുട്ടിൻ കടന്നുവരുന്നെന്നാണ് പരാതി. അത് തടയണമെന്നവർ നിക്കോളാസിനോട് നേരിട്ട് ആവശ്യപ്പെട്ടു. രാത്രിയെന്നല്ല, ഒരു സമയത്തും കുട്ടികളുടെ നഴ്സറിയിലേക്ക് റാസ്പുട്ടിൻ വരാൻ പാടില്ലെന്ന് നിക്കോളാസ് ഉത്തരവിട്ടു. ഇക്കാര്യത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അലക്സാണ്ട്ര നിക്കോളാസിനോട് സംസാരിച്ചു നോക്കി. പക്ഷേ പെൺകുട്ടികളുടെ നഴ്സറിയിലേക്ക് പ്രവേശിക്കാൻ റാസ്പുട്ടിനെ അനുവദിക്കേണ്ടെന്ന നിലപാടിൽ നിന്നും അദ്ദേഹം പിൻവാങ്ങിയില്ല. തന്റെ പെൺകുട്ടികളെങ്കിലും അപവാദങ്ങൾക്കിരയാകാതിരിക്കട്ടെ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹത്തിന് റാസ്പുട്ടിനെക്കുറിച്ച് വളരെ മോശമായ ചില റിപ്പോർട്ടുകളും കിട്ടിയിരുന്നു. റാസ്പുട്ടിനാകട്ടെ അലക്സാണ്ട്രയ്ക്ക് മുന്നിൽ ഇക്കാര്യം താൻ ശ്രദ്ധിക്കുന്നതേയില്ല എന്ന മട്ടിൽ വളരെ നിഷ്കളങ്കമായി പെരുമാറി. എങ്കിലും സോഫിയ ഇവാനോവ്നയെ ഇനിയും ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കരുതെന്ന് പരോക്ഷമായി സൂചിപ്പിക്കുകയും ചെയ്തു. വൈകാതെ അലക്സാണ്ട്ര സോഫിയയെ കുട്ടികളുടെ ഗവേണസ് പദവിയിൽ നിന്നും പിരിച്ചുവിട്ടു. വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൊടുത്തും നല്ല വാക്കുകൾ പറഞ്ഞുമാണ് അലക്സാണ്ട്ര സോഫിയ ഇവാനോവ്നയെ യാത്രയാക്കിയത്. അവർക്ക് നീരസമൊന്നും തോന്നാതിരിക്കാൻ രാജ്ഞി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സോഫിയയ്ക്ക് നിക്കോളാസിന്റെ അമ്മയോടും സഹോദരിമാരോടും നല്ല ബന്ധമാണുള്ളതെന്ന് അലക്സാണ്ട്രയ്ക്ക് അറിയാം. കൊട്ടാരത്തിൽ റാസ്പുട്ടിനുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളൊന്നും അവരാരും അറിയരുതെന്ന് രാജ്ഞി ആഗ്രഹിച്ചു. എന്നിട്ടും അലക്സാണ്ട്ര എന്തിനാണ് തന്നെ പിരിച്ചുവിട്ടതെന്ന കാര്യം സോഫിയ ഊഹിച്ചു. കൊട്ടാരത്തിൽ നിന്ന് മടങ്ങുന്നതിന് മുൻപ് അവർ നിക്കോളാസിന്റെ മൂത്ത സഹോദരി ഗ്രാൻഡ് ഡച്ചസ് സീനിയയോട് നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു. കുട്ടികളുടെ കിടപ്പുമുറിയിൽ പോലും കടന്നുവരാനുള്ള സ്വാതന്ത്ര്യം റാസ്പുട്ടിനുണ്ടെന്ന് കേട്ടപ്പോൾ ശരിക്കും സീനിയ നടുങ്ങി. എന്ത് കണ്ടിട്ടാണവർ ഇയാളെ ഇങ്ങനെ വിശ്വസിക്കുന്നതെന്ന് അവർ നീരസത്തോടെ ചോദിച്ചു. സീനിയയ്ക്കല്ലെങ്കിൽ തന്നെ റാസ്പുട്ടിനെ ഇഷ്ടമല്ല. എന്റെ സഹോദരനും കുടുംബവും റാസ്പുട്ടിൻ ഒരു വിശുദ്ധനാണെന്ന മട്ടിൽ ഇയാളെ ഇങ്ങനെ ആദരിക്കുന്നത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ല, സീനിയ തന്റെ ഡയറിയിൽ കുറിച്ചു. അവർ ഡയറിക്കുറിപ്പ് ഇങ്ങനെ തുടർന്നു: അയാൾ കുട്ടികളുടെ നഴ്സറിയിൽ പോകുന്നു. മുതിർന്ന കുട്ടികളായ ഓൾഗയും തത്യാനയും ഉറങ്ങാനായി വേഷം മാറുമ്പോൾ പോലും അവിടെ കടന്നു ചെല്ലുന്നു. അവർക്കൊപ്പം ഇരിക്കുന്നു, അവരെ ലാളിക്കുന്നു. എല്ലാ സമയത്തും അയാൾ അവർക്കൊപ്പമുണ്ട്. കുട്ടികളും അലക്സാണ്ട്രയും ചേർന്ന് സോഫിയ ഇവാനോവ്നയുടെ മുന്നിൽ നിന്ന് അയാളെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു. സോഫിയയോട് അയാളെക്കുറിച്ച് സംസാരിക്കാൻ പോലും കുട്ടികൾ ധൈര്യപ്പെടുന്നില്ല. ഇതെല്ലാം എത്ര അവിശ്വസനീയമായ കാര്യങ്ങളാണ്! എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. ഗ്രാൻഡ് ഡച്ചസ് സീനിയയ്ക്കും മാത്രമല്ല, പല ആളുകൾക്കും റാസ്പുട്ടിന് നിക്കോളാസിനോടും അലക്സാണ്ട്രയോടും കുട്ടികളോടുമുള്ള ബന്ധത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അലക്സിയെ സുഖപ്പെടുത്താൻ കഴിയുന്നയാളെന്ന നിലയിലാണ് നിക്കോളാസും ഭാര്യയും അയാളോട് അടുക്കുന്നതെന്നാണ് ആദ്യമെല്ലാം അധികം ആളുകളും കരുതിയിരിക്കുന്നത്. എന്നാൽ അലക്സിയുടെ അസുഖം റാസ്പുട്ടിൻ ഭേദപ്പെടുത്തിയെന്ന വാദം കൊട്ടാരത്തിൽ പോലും ആരും അംഗീകരിച്ചില്ല. രോഗം മാറിയെങ്കിൽ അവനിപ്പോഴും എന്തുകൊണ്ടാണ് ഹീമോഫീലിയ ആവർത്തിക്കുന്നത്? നിക്കോളാസിന്റെ കയ്യിൽ അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. തന്റെ അഭാവത്തിൽ അലക്സിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നാണ് ഇപ്പോൾ റാസ്പുട്ടിൻ അലക്സാണ്ട്രയോട് പറയുന്നത്. എന്റെ സഹായമില്ലാതെ നിങ്ങൾക്കോ നിക്കോളാസിനോ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അയാൾ ആവർത്തിക്കും. അലക്സാണ്ട്ര ഭീതിയോടെ റാസ്പുട്ടിന്റെ വാക്കുകൾ കേട്ടിരിക്കും. ഭയം കൊണ്ട് രാജ്ഞി റാസ്പുട്ടിന്റെ തടവറയിൽ കഴിയുന്നതുപോലെയായി.
മറ്റുള്ളവരുടെ എല്ലാ ഉപദേശങ്ങളെയും അവർ നിരാകരിച്ചു. എന്നാൽ റാസ്പുട്ടിൻ തങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ അലക്സാൻഡ്രയ്ക്കോ നിക്കോളാസിനോ ഒരിക്കലും കഴിഞ്ഞില്ല. റാസ്പുട്ടിനുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സംശയങ്ങളുടെ ചോദ്യമുനയിൽ അലക്സാൻഡ്ര നിന്ന് വീർപ്പുമുട്ടി. അതേസമയം തന്നെയും രാജ്ഞിയെയും ചേർത്തുള്ള വൃത്തികെട്ട കഥകൾ റാസ്പുട്ടിൻ തന്നെ പീറ്റേഴ്സ്ബർഗിലും മോസ്കോയിലും പ്രചരിപ്പിച്ചു. ഈ വിവരം ഉന്നത പോലീസ് മേധാവികൾ നേരിട്ട് തന്നെ അലക്സാൻഡ്രയെ അറിയിച്ചു. മോസ്കോയിലെ ഒരു മദ്യശാലയിൽ മദ്യപിച്ച് ഉന്മത്തനായിരിക്കുമ്പോൾ അലക്സാൻഡ്രയുമായുള്ള ലൈംഗിക ബന്ധത്തിന് നിക്കോളാസ് തനിക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്ന് റാസ്പുട്ടിൻ വിളിച്ചു പറയുന്നതായാണ് അവരുടെ റിപ്പോർട്ട്. പക്ഷേ അലക്സാൻഡ്ര അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. റാസ്പുട്ടിൻ ഒരിക്കലും അങ്ങനെ പറയില്ലെന്നായിരുന്നു അലക്സാൻഡ്രയുടെ പ്രതികരണം. ഇതെല്ലാം തന്നെയും നിക്കോളാസിനെയും ഇഷ്ടമല്ലാത്തയാളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണെന്നും അവർ കൂട്ടിച്ചേർത്തു. നിക്കോളാസ് ആകട്ടെ റാസ്പുട്ടിനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കുന്നതിനു പകരം തനിക്കിത്തരം വിവരങ്ങൾ കൊണ്ടുതരുന്ന മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും പുറത്താക്കുകയാണ് ചെയ്തത്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. സെന്റ് പീറ്റേഴ്സ്ബർഗിന്റെ രാത്രികൾ റാസ്പുട്ടിന്റെ ലീലാവിലാസങ്ങൾക്ക് നിശബ്ദ സാക്ഷിയായി മാറുകയാണ്. രാത്രിയിൽ നഗരത്തിലെ പ്രശസ്തമായ ഹോട്ടലുകളിൽ റാസ്പുട്ടിനു വേണ്ടിയുള്ള വിരുന്നുകൾ പതിവായിരിക്കുന്നു. റാസ്പുട്ടിന്റെ ഭക്തയായ ഏതെങ്കിലും ഒരു പ്രഭു വനിതയായിരിക്കും സാധാരണയായി ഇത്തരം വിരുന്ന് സംഘടിപ്പിക്കുക. വിരുന്ന് തുടങ്ങാൻ രാത്രി ഏറെ വൈകും. അതിന്റെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കണമെന്ന നിർബന്ധം റാസ്പുട്ടിനുണ്ട്. ഹോട്ടലിലെ സ്വകാര്യ മുറികളിലോ നിലവറയിലോ വെച്ച് നടക്കുന്ന ഈ പരിപാടിയിൽ സഹായികളായി വിശ്വസ്തരായ ആളുകൾ തന്നെ വേണം. വിരുന്നിലേക്ക് അധികവും സ്ത്രീകൾക്ക് മാത്രമേ ക്ഷണമുള്ളൂ. രാത്രി വൈകുമ്പോൾ തന്റെ അടച്ചുമൂടിയ വണ്ടിയിൽ റാസ്പുട്ടിൻ അവിടേക്കെത്തും. പാചകക്കാർ റാസ്പുട്ടിന് വേണ്ട വിഭവങ്ങൾ പ്രത്യേകം തയ്യാറാക്കാൻ തുടങ്ങിയിരിക്കും. സ്വകാര്യമായ മുറിയിലെ അരണ്ട വെളിച്ചത്തിലേക്ക് റാസ്പുട്ടിൻ പെട്ടെന്ന് പ്രത്യക്ഷനാകും. സ്ത്രീകൾ അയാളെ 2 കൈയും നീട്ടി സ്വീകരിക്കും. മദ്യമാണ് ആദ്യം വിളമ്പുക. ഭക്ഷണമെത്തുമ്പോഴേക്കും അയാളുടെ നാവ് കുഴഞ്ഞു തുടങ്ങിയിരിക്കും. പാപപുണ്യങ്ങളെക്കുറിച്ചുള്ള വർത്തമാനം ലൈംഗിക ചുവയുള്ള അശ്ലീല പ്രയോഗങ്ങളിലേക്ക് മാറും. പലപ്പോഴും അലക്സാൻഡ്രയെക്കുറിച്ചും സാർ ചക്രവർത്തിയെക്കുറിച്ചും അയാൾ പറഞ്ഞു തുടങ്ങും. വിരുന്ന് അവസാനിക്കും മുൻപ് റാസ്പുട്ടിൻ അവിടെ നിന്ന് പോകും. അയാൾക്കൊപ്പം അയാളുടെ ആരാധികമാരിൽ ആരെങ്കിലും ഉണ്ടാകും. രഹസ്യമായിട്ടാണ് നടക്കുന്നതെങ്കിലും ഈ പതിവ് പരിപാടിയെക്കുറിച്ചറിയാത്തവർ അധികമില്ല. കൊട്ടാരത്തിലെയും മന്ത്രിസഭയിലെയും അംഗങ്ങൾ ഇതെല്ലാം കണ്ട് പല്ലിറുമുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ആരെങ്കിലും കൂടുതലായി പറഞ്ഞാൽ വിശുദ്ധരായ ആളുകൾക്ക് ചില ദൗർബല്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നാവും അലക്സാൻഡ്രയുടെ പ്രതികരണം. എങ്കിലും ഒടുവിൽ അലക്സാൻഡ്രയ്ക്കും നിക്കോളാസിനും റാസ്പുട്ടിന്റെ ശത്രുക്കളുടെ സമ്മർദ്ദത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. റഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി സ്റ്റോളിപ്പിൻ തന്നെ റാസ്പുട്ടിന്റെ ശത്രുവായി മാറിയതാണ് അവർക്ക് വിനയായത്. ആദ്യമെല്ലാം സ്റ്റോളിപ്പിൻ റാസ്പുട്ടിനൊരു വിശുദ്ധനാണെന്ന് വിശ്വസിച്ചിരുന്നു. തന്റെ സുഖമില്ലാത്ത മകൾക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹം റാസ്പുട്ടിനെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ടുപോയതുമാണ്. എന്നാൽ വളരെ പെട്ടെന്ന് സ്റ്റോളിപ്പിൻ റാസ്പുട്ടിന്റെ സ്വഭാവ വൈകൃതങ്ങൾ തിരിച്ചറിഞ്ഞു. അദ്ദേഹവും റഷ്യയിലെ ഉയർന്ന പോലീസ് മേധാവിയും നടത്തിയ അന്വേഷണത്തിൽ റാസ്പുട്ടിനെതിരെയുള്ള നിരവധി കുറ്റങ്ങൾ തെളിഞ്ഞു. ഒരിക്കൽ സൗഹൃദ സംഘത്തിലുണ്ടായിരുന്ന സ്ത്രീകൾ പലരും ഇതിനകം റാസ്പുട്ടിനെതിരെ ബലാത്സംഗ പരാതിയുമായി രംഗത്തു വന്നിരുന്നു. അയാൾ പലരെയും വഞ്ചിച്ചതായും പരാതിയുണ്ട്. ഈ സാഹചര്യത്തിൽ സ്റ്റോളിപ്പിൻ റാസ്പുട്ടിനെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് പുറത്താക്കി.
സാർ ചക്രവർത്തിയോട് ആലോചിക്കാതെയായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. നിക്കോളാസിനോ അലക്സാൻഡ്രയ്ക്കോ പെട്ടെന്ന് ഈ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം രാജകുമാരിമാരെയും റാസ്പുട്ടിനെയും ചേർത്തുള്ള കഥകളും ഇതിനകം വലിയ രീതിയിൽ പ്രചരിക്കാൻ തുടങ്ങിയിരുന്നു. അലക്സാൻഡ്രയെ മാത്രമല്ല, രാജകുമാരിമാരെയും റാസ്പുട്ടിൻ മയക്കി വെച്ചിരിക്കുകയാണെന്നും മൂത്ത കുട്ടികളെ അയാൾ ലൈംഗികമായി ഉപയോഗിക്കുന്നുവെന്നും പറഞ്ഞു നടക്കുന്നവരുണ്ട്. പത്രങ്ങളിൽ പോലും ദുസൂചനകൾ നിറഞ്ഞ വാർത്തകൾ വരുന്നു. അങ്ങനെ റാസ്പുട്ടിൻ ആദ്യമായി സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് പുറത്തായി. പക്ഷേ ആ പുറത്താക്കൽ ഹ്രസ്വകാലത്തേക്കേ ഉണ്ടായുള്ളൂ. അതിനിടയിൽ അലക്സാൻഡ്രയുടെ ജീവിതം എന്നേക്കുമായി റാസ്പുട്ടിനോട് കടപ്പെട്ടു എന്ന് പറയാവുന്ന ഒരു സംഭവമുണ്ടായി. 1912 സെപ്റ്റംബറിൽ നിക്കോളാസും കുടുംബവും പോളണ്ടിലെ അവരുടെ വേട്ടയാടൽ വിനോദ കേന്ദ്രമായ സ്പാലയിലേക്ക് വിനോദയാത്ര പോയിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് മകൻ അലക്സിക്ക് പെട്ടെന്ന് വയറുവേദനയും കാലുവേദനയും തുടങ്ങി. അവൻ വേദന കൊണ്ട് പുളഞ്ഞു. ദുരിതപൂർണമായ ആ യാത്രയ്ക്കൊടുവിൽ അവർ താമസ സ്ഥലത്ത് മടങ്ങിയെത്തി. കുട്ടിയുടെ കാലിലെ ഞരമ്പുകളിൽ നിന്ന് ഗുരുതരമായ ആന്തരിക രക്തസ്രാവമുണ്ടെന്നാണ് അവനെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത്. കാൽഞരമ്പുകൾ പൊങ്ങി തടിച്ച് കട്ടികൂടിയതായി കാണപ്പെടുന്നു. അലക്സി വേദന കൊണ്ട് ഉറക്കെ കരയുന്ന ശബ്ദം ദൂരെയുള്ള ജോലിക്കാരുടെ പാർപ്പിടങ്ങളിൽ പോലും കേൾക്കാം. 10 ദിവസത്തോളം അലക്സി കഠിനമായ വേദന സഹിച്ചു. രാജകുമാരന് എന്തോ ഗുരുതരമായ രോഗമാണെന്ന് രാജ്യം മുഴുവൻ അറിഞ്ഞു. പള്ളികളിൽ അവനു വേണ്ടിയുള്ള പ്രാർത്ഥന തുടങ്ങി. രോഗം ഭേദപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഡോക്ടർമാർ. ഒടുവിൽ അവർക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ടതായി തോന്നി. ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞ സന്ദർഭത്തിൽ ആകെ തളർന്നു കഴിഞ്ഞ അലക്സാൻഡ്ര റാസ്പുട്ടിന് ഒരു ടെലഗ്രാം അയച്ചു. തന്റെ മകനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവരെഴുതിയിരുന്നു. ഉടൻ തന്നെ റാസ്പുട്ടിന്റെ മറുപടി ടെലഗ്രാം അവരെ തേടിയെത്തി. ദൈവം നിങ്ങളുടെ കണ്ണുനീർ കണ്ടു, പ്രാർത്ഥന കേട്ടു. സങ്കടപ്പെടേണ്ട, ചെറിയ മകന് ഒന്നും സംഭവിക്കില്ല. അവൻ മരിക്കില്ല. അവനെ അധികം ശല്യപ്പെടുത്താൻ ഡോക്ടർമാരെ അനുവദിക്കരുത്. ഇങ്ങനെയാണ് അതിൽ എഴുതിയിരുന്നത്. അത് വായിച്ചപ്പോൾ അലക്സാൻഡ്രയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി. എന്തോ മാന്ത്രിക സ്പർശമേറ്റതുപോലെ അലക്സിയും പെട്ടെന്ന് ശാന്തനായി. അവൻ സമാധാനത്തോടെ വിശ്രമിക്കാനും ഉറങ്ങാനും തുടങ്ങി. അലക്സാൻഡ്രയും കുട്ടിയും പെട്ടെന്ന് ശാന്തരായത് കണ്ട് നിക്കോളാസ് പൊട്ടിക്കരഞ്ഞുപോയി. ആ സംഭവത്തോടെ റാസ്പുട്ടിൻ വീണ്ടും സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്കെത്തി. അയാളുടെ 2 മക്കളും കൂടെയുണ്ട്. മക്കൾക്കും സഹായികൾക്കുമൊപ്പം പീറ്റേഴ്സ്ബർഗിലെ ഒരു അപ്പാർട്ട്മെന്റിൽ അയാൾ താമസം തുടങ്ങി. ചുറ്റും ശത്രുക്കളാണെങ്കിലും അലക്സാൻഡ്രയുടെ സംരക്ഷണമുള്ള സർവശക്തനാണ് ഇപ്പോഴയാൾ. പക്ഷേ ഇതിനിടയിലും റാസ്പുട്ടിനെ ആക്രമിക്കാൻ ഒരു സ്ത്രീ ധൈര്യപ്പെട്ടു. 1914 ജൂലൈ 12 റാസ്പുട്ടിന്റെ ജന്മനാട്ടിൽ വെച്ച് ഖിയോനിയ ഗുസേവ എന്ന കർഷക സ്ത്രീ അയാളുടെ വയറ്റിൽ ആഞ്ഞുകുത്തി. എന്നിട്ട് താൻ അന്തിക്രിസ്തുവിനെ കൊന്നുവെന്ന് ഭ്രാന്തമായി അലറി. കുത്തേറ്റു വീണെങ്കിലും റാസ്പുട്ടിൻ അവിടെ നിന്ന് എണീറ്റോടി മാറി. പിന്നാലെ ഓടിയെങ്കിലും ഖിയോനിയ ഗുസേവയ്ക്ക് വീണ്ടും അയാളെ ആക്രമിക്കാൻ കഴിഞ്ഞില്ല. അവർ പോലീസിന് കീഴടങ്ങി. റാസ്പുട്ടിനെ കൊല്ലാൻ ശ്രമിച്ചത് ആർക്കുവേണ്ടിയാണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ അവർ വെളിപ്പെടുത്തിയില്ല. വയറ്റിൽ മാരകമായി കുത്തേറ്റ റാസ്പുട്ടിന് 7 ആഴ്ചത്തെ ആശുപത്രിവാസം വേണ്ടിവന്നു. അയാൾ വീണ്ടും കൊട്ടാരത്തിലെത്തി. അലക്സാൻഡ്ര ആകെ ഭയപ്പെട്ടിരിക്കുകയാണ്. കൊട്ടാരത്തിൽ ബന്ധുക്കളെല്ലാവരും അവരെ ശത്രുക്കളായി കാണുന്നു. നാട്ടിലാകെ 1-ാം ലോക മഹായുദ്ധത്തിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. അതിനിടയിലാണ് ഈ വധശ്രമം. റാസ്പുട്ടിൻ മടങ്ങി വന്നപ്പോൾ അവരാശ്വാസത്തോടെ പ്രതീക്ഷയോടെ അയാളെ സമീപിച്ചു. പക്ഷേ റാസ്പുട്ടിൻ പ്രവചനാത്മകമായ സ്വരത്തിൽ നാടകീയമായി പറഞ്ഞ കാര്യങ്ങൾ അലക്സാൻഡ്രയെ ഭയപ്പെടുത്തുന്നതായിരുന്നു. ചുറ്റും ശത്രുക്കളാണ്,
അവരെന്നെ കൊല്ലാനുള്ള ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നു. ഞാൻ കൊല്ലപ്പെട്ടാൽ പിന്നീട് നിങ്ങളുണ്ടാകില്ല, റാസ്പുട്ടിൻ പറഞ്ഞു.